നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒടുവിൽ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാന കാരണം പിണറായി വിജയന്റെ അഹന്തയും ധിക്കാരവുമാണെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് എന്നത് MV ഗോവിന്ദൻ ശരിവച്ചിരിക്കുന്നു. ഇനി മാസങ്ങൾക്കുള്ളിൽ തന്നെ പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും എടുത്തു മാറ്റുക എന്നത് മാത്രമാണ് CPM-ന് മുമ്പിലുള്ള ഒരു പോംവഴി. പാർട്ടിക്കുള്ളിലാണെങ്കിൽ പിണറായി വിരുദ്ധ ഗ്രൂപ്പും കലാപവും ഒക്കെ സജീവമായിട്ടുണ്ട്. VS അച്യുതാനന്ദനെ വെട്ടിനിരത്തി പിണറായി വിജയൻ അച്യുതാനന്ദൻ മരിക്കും മുമ്പ് അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം വൈകാതെ സംഭവിക്കുമെന്നാണ് എല്ലാവരും തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാതെ LDF കേരളത്തിൽ ഇനി ഗതി പിടിക്കില്ലെന്ന് CPI തുറന്നടിച്ചു കഴിഞ്ഞു. പിണറായി വിജയനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന നിലയിലേക്കാണ് ഇപ്പോൾ CPI ജില്ലാ കമ്മിറ്റികളുടെ നീക്കം. മൈക്ക് കേടായാൽ മൈക്കിനോടും മൈക്ക് ഓപ്പറേറ്ററോടും കയർക്കുന്ന ധിക്കാരി, മാധ്യമങ്ങളെ ഏഴാം കൂലികളായി കണ്ട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന അഹങ്കാരി, മത നേതാക്കളെ അപമാനിക്കുന്ന ഗുണ്ടായിസം, LDF സർക്കാരിനോടുള്ള അമർഷത്തേക്കാൾ പിണറായി വിജയനോടുള്ള വെറുപ്പാണ് ലോക്സഭാ തോൽവിക്ക് കാരണമായതെന്നാണ് CPI തുറന്നടിച്ചത്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി ചർച്ചകളിലെല്ലാം ഉന്നം വയ്ക്കുന്നതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും പിണറായി വിജയൻ തന്നെയാണ്. ഈ വിഗ്രഹത്തെ അടിച്ചുടയ്ക്കണമെന്ന് തന്നെയാണ് CPI യോഗങ്ങളിലുള്ള അന്ത്യശാസനവും. 3 ദിവസത്തെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ചിറ്റപ്പൻ ജയരാജൻ ഒഴികെ ഒരു പ്രതിനിധി പോലും പിണറായി വിജയനെ നീതീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, രണ്ടാം പിണറായി സർക്കാർ കേരളത്തിനൊരു ദുരന്തമാണെന്നും CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. താത്വിക അവലോകനം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പിണറായി സർക്കാർ, അതായത് രണ്ടാം പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരും അമ്പേ പരാജയമാണ്. പാർട്ടിയും അത് അംഗീകരിച്ചിരിക്കുകയാണ്. മന്ത്രിമാരെ അടിമകളെ പോലെ കണ്ട് അവരെ അനങ്ങാനോ പ്രവർത്തിക്കാനോ പോലും പിണറായി അനുവദിക്കുന്നതുമില്ല. മുഖ്യമന്ത്രിക്ക് മുൻപിൽ മന്ത്രിമാർ കുനിഞ്ഞ് ഇഴയുന്ന ദയനീയ സാഹചര്യമാണ്. അത് കണ്ടാൽ സാധാരണക്കാരന് കരച്ചിൽ വരും. കേരളം പോലൊരു സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രിക്കില്ലാത്ത സെക്യൂരിറ്റി വ്യൂഹം പിണറായിക്ക് എന്തിനെന്ന ചോദ്യവും എല്ലാവരും ഉയർത്തുന്നുണ്ട്. കോടികൾ വില വരുന്ന കാറും 50 അംഗ സുരക്ഷാ വ്യൂഹവും ഒക്കെയായി കേരളത്തെ മുടിപ്പിക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ അത്രേ. നവകേരള സദസ് എന്ന പേരിൽ നടത്തിയ ധൂർത്ത് ജനങ്ങളിൽ വിദ്വേഷവും വെറുപ്പുമാണ് സൃഷ്ടിച്ചത്. എക്കാലവും CPM-നെ പിന്തുണച്ചിരുന്ന ഈഴവരും ദളിതരും ഒക്കെ CPM-ൽ നിന്ന് ഇപ്പോൾ മറ്റ് പാർട്ടികളിലേക്ക് വഴിമാറിയിരിക്കുന്നു, പ്രത്യേകിച്ചും BJP-യിലേക്ക്. ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ആലപ്പുഴ ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകളുടെ ചോർച്ചയാണ് പരാജയത്തിന് നിമിത്തമായതെന്നും CPM തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ കഴമ്പുണ്ടെന്ന് കേരളത്തിൽ ഏഴാം കൂലി അടിമ സഖാക്കൾ ഒഴികെയുള്ളവരൊക്കെ വിശ്വസിക്കുന്നുകൊണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ വിദേശയാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു. യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കിയെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ലെന്നും CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത, അവമതിപ്പാണ് ഉണ്ടാക്കിയത്. രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്ത് പോയത് പ്രതിപക്ഷമായുധമാക്കി. മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മുൻപ് ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനം ഉയർന്നപ്പോൾ അതിനെ അവഗണിച്ചു പോകാനാണ് പാർട്ടി അടക്കം ശ്രമിച്ചതെന്ന വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിലും ഉയരുന്നത്. ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ആവർത്തിക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നവകേരള സദസ്സ് നടത്തിയത് ജനങ്ങൾ ഉൾക്കൊള്ളാതെ പോയെന്നും സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്നും പാർട്ടി വിലയിരുത്തി കഴിഞ്ഞു. അധികാരം മാത്രമല്ല, CPM-നെയും പിണറായി വെട്ടിപ്പിടിച്ചു. ഞാനാണ് പാർട്ടിയുടെ എല്ലാം എന്ന ധിക്കാരമാണ് പാർട്ടി ഫോറത്തിനുള്ളിലും പിണറായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറാൻ മൂളിയായ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി ഒരു കളിപ്പാവയെ പോലെ ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് CPI-യിൽ നിന്നുണ്ടായത്.
എന്തായാലും ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം ഒടുവിൽ ഇനി യാതൊരു സാധ്യതയുമില്ല. പിണറായിയെ മാറ്റുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഗോവിന്ദനും പിണറായിയെ ഒരു ഭാഗത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്തെങ്കിലും ഗോവിന്ദന്റെ മനോഭാവവും വ്യക്തമാണ്. അത് പിണറായി രാജിവെച്ചൊഴിയണം എന്നത് തന്നെയാണ്. എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളിൽ, ആ സമയത്തിനുള്ളിൽ വമ്പൻ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പിണറായി രാജിവെക്കേണ്ടി വരുമെന്നും തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നന്ദി.